ജെഇക്ക് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ റെഫറൻസ് ബുക്കുകൾ എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഡൗട്ട്സ് അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിൽ എന്ത് റെഫറൻസ് ബുക്കുകളാണ് ജെഇക്ക് നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ബെസ്റ്റ് റെഫറൻസ് ബുക്കുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജെഇക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ +1 +2 സിലബസ് ആണ് ജെയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ വേദപുസ്തകം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും NCERT തന്നെയാണ്. +1 ആൻഡ് +2ൻ്റെ ഫിസിക്സ് NCERT നിങ്ങൾ അരച്ച് കലക്കി കുടിക്കണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മുക്കും മൂലയും നിങ്ങൾക്ക് ഫുൾ ഓൺ കോൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടെ നിങ്ങൾക്ക് NCERT അറിഞ്ഞേ പറ്റുള്ളൂ. ആൻഡ് രണ്ടാമത്തെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ബുക്കാണ് HC വർമ്മ. അതായത് കോൺസെപ്റ്റ് ഓഫ് ഫിസിക്സ് ബൈ HC വർമ്മ എന്ന് പറയുന്ന ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ JEE ലെവൽ ഓഫ് കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടാൻ നല്ലതാണ് HC വർമ്മ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് DC പാണ്ഡെ. അപ്പോൾ DC പാണ്ഡെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് DC പാണ്ഡെയിൽ കാണാൻ വേണ്ടി പറ്റും. സോ കൂടുതലും നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സിലേക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഫോക്കസ് ഈ ഒരു DC പാണ്ഡെയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ആണ് ഫിസിക്സ് ഗാലക്സി. അപ്പോൾ ഏറ്റവും കൂടുതൽ JEE ഫിസിക്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ബുക്ക് തന്നെയാണ് ഫിസിക്സ് ഗാലക്സി എന്ന് പറയുന്നത്. ഒരുപാട് JEE ആസ്പിരൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ഒരു ഫിസിക്സ് ഗാലക്സി എന്ന് പറയുന്നത്. അതും വളരെ നല്ലൊരു ബുക്കാണ്. ആൻഡ് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ബുക്കാണ് IE ഇർഡോവിൻ്റെ ബുക്ക്. ഇതും ഒരുപാട് JEE ആസ്പിരൻസിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കുകളിൽ ഒന്നാണ് IE ഇർഡോവിൻ്റെ ബുക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്ന 2-3 ബുക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങിക്കുക. അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഈവൻ PDF നിങ്ങൾക്ക് എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക, അതിൻ്റെ പ്രിൻ്റ് എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബുക്ക് വാങ്ങിച്ചോളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടി പോകുന്ന ബുക്സാണിത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് മാത്സിൻ്റെയും അതേപോലെ തന്നെ കെമിസ്ട്രീൻ്റെയും ബെസ്റ്റ് റെഫറൻസ് ബുക്കുകളുടെ വീഡിയോസ് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. ആൻഡ് പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. JEE എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് എല്ലാവർക്കും എത്തിപ്പിടിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.